സഭകളെയും സഭാ നേതൃത്വത്തെയും മാത്രമല്ല, ഈ ഭാരതത്തിൽ അന്തസ്സായി ജീവിക്കുന്ന ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളവും ആശങ്കയുളവാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഛത്തീസ്ഗഡിലെ സിസ്റ്റേഴ്സിന് നേരെയുള്ള ആക്രമണം, അവരോട് ഉള്ള സമീപനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ചൈതന്യമെന്ന് പറയുന്നത് ഇവിടുത്തെ മതേതരത്വവും ഇവിടുത്തെ മതസ്വാതന്ത്ര്യവുമാണ് ലോകത്തിന് മുൻപിൽ ഭാരതത്തെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. ഒരു വശത്തുകൂടെ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ ഗവൺമെൻറ് വികസനത്തിലും അതുപോലെ തന്നെ ദേശീയ സുരക്ഷയിലും മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ദേശീയ സുരക്ഷയെന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് നമുക്കറിയാം അതിർത്തി കടന്നുള്ളതായ, അതിർത്തിക്കപ്പുറത്തു നിന്നുള്ളതായ തീവ്രവാദ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആക്രമണങ്ങളെയും ചെറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ ഇവിടുത്തെ പൗരന് സുരക്ഷിതത്വം കൊടുക്കുവാൻ വേണ്ടി കോടാനുകോടികൾ അതിന് ചിലവാക്കിക്കൊണ്ട് ആ പദ്ധതികളുമായിട്ട് പോകുമ്പോൾ രാജ്യത്തിനകത്ത് തന്നെ അവിടെ ജീവിക്കുന്ന ഓരോ പൗരൻ്റെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വലിയ ആശങ്ക ഉളവാക്കുന്ന സംഗതിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ സഭാപിതാക്കന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്ക് പ്രത്യേക രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ പൊതുവെ എടുക്കാറില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരു നമ്മളൊരു സമദൂര സമീപനമാണ് എപ്പോഴും ഉള്ളത്. എന്നാൽ ഈ സമീപകാലത്ത് ക്രിസ്തീയ സഭകൾ ആ ഒരു സമീപനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ പ്രത്യേക ഒരു സാഹചര്യവും നമുക്കറിയാം. അവിടെ ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഈ സഭാപിതാക്കന്മാർ തന്നെ പ്രതിക്കൂട്ടിലാക്കപ്പെടുന്നതായ സാഹചര്യങ്ങളാണ്. ക്രിസ്തീയ സഭകൾ ഒരുമിച്ചും അതുപോലെ തന്നെ സഭകളുടെ വ്യത്യസ്ത വേദികളുണ്ട്, ഐക്യവേദികളുണ്ട്. അതെല്ലാം ഒരുമിച്ച് ചേർന്ന് ഈ വിഷയം പ്രധാനമന്ത്രിയുടെയും അതുപോലെ ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധയിൽ സജീവമായിട്ട് കൊണ്ടുവരുവാനുള്ളതായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമീപകാലത്തായിട്ട് കാണുന്നൊരു പ്രത്യേകതയെന്ന് പറയുന്നത്, ക്രിസ്തീയ സഭകളെയും അല്ലെങ്കിൽ മിഷണറിമാരെയൊക്കെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെയൊക്കെ ഇവരെ ശത്രുക്കളായി കാണുന്ന ഒരു ടെൻഡൻസി നമുക്കറിയാം. ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ പീഡനങ്ങൾ ഒരു പുതുമയല്ല. അത് എന്നുണ്ടായ അന്ന് മുതൽ ഇന്നും മധ്യപൂർവ്വദേശങ്ങളിൽ ആയിരക്കണക്കിന് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ, ഭാരതത്തിലാണ് പീഡനങ്ങൾ കൂടാതെ കടന്നു വന്ന് അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ആ സംസ്കാരത്തിൻ്റെ, ഭാരതീയ സംസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും ചൈതന്യവുമാണ്. ഏകം സത് വിപ്ര ബഹുധ വദന്തി, സത്യമൊന്നു മാത്രമാണ്. ഋഷിയവരന്മാരതിനെ പലതായി വ്യാഖ്യാനിക്കുന്നു എന്നുള്ള വിശാലമായ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ 2000 വർഷത്തോളമായി ഇവിടെ ഈ സഭകളും മറ്റ് മതങ്ങളും നിലനിന്ന് പോരുകയാണ്. അപ്പോൾ ഇവിടെയുള്ളൊരു വ്യത്യസ്തത എന്ന് പറയുന്നത്, ക്രിസ്തീയ മിഷണറിമാർ 2000 വർഷമായിട്ടും ഇവിടെ ഈ അഗ്രസീവ് മിഷൻ നമ്മളൊരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകിയിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ആർട്ടിക്കിൾ 25 ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്, വിശ്വസിക്കുവാനും അത് അനുഷ്ഠിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ളതായ ഒരു അവകാശം നൽകിയിട്ടുണ്ട്. ആ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ എല്ലാ മതങ്ങളും മുന്നോട്ട് പോയിരുന്നത്. നമ്മുടെ ഭരണഘടന അത്ര ശ്രേഷ്ഠമായിട്ട് ആ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു അഗ്രസീവ് മിഷനിലേക്ക് നമ്മൾ പോയിട്ടില്ല. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വരുന്നതായ നമ്മുടെ സിസ്റ്റേഴ്സും വൈദികരുമൊക്കെ ആരും കടന്നു ചെല്ലാത്ത, മനുഷ്യരെ അല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന, അതുപോലെ കുഷ്ഠരോഗികളെയും കഷ്ടപ്പെടുന്നവരെയും ശുശ്രൂഷിച്ചുകൊണ്ട് അവരുടെ ജീവിതം പണയപ്പെടുത്തിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവരെ എല്ലാവരെയും ഇതുപോലെ തീവ്രവാദികളും അവരെ എല്ലാവരെയും മതപരിവർത്തനവും, അങ്ങനെ മതപരിവർത്തനം വരെ എടുത്തുകൊണ്ട് 2000 വർഷം കൊണ്ട് ഇന്ത്യ മുഴുവനും ക്രിസ്ത്യാനികളായി മാറേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അതല്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ അജണ്ട അതല്ല. മറിച്ച് ക്രിസ്തു സ്നേഹത്തിൽ ഇവരെ മനുഷ്യരാക്കുക എന്നുള്ളതാണ്. ഞാനൊരു സംഭവം കൂടെ പറയാം അതിനുമായിട്ട് ബന്ധപ്പെടുത്തി. ഇന്ന് നമ്മൾ ഈ 2 കന്യാസ്ത്രീകളെയാണ് ഇതിനകത്ത് ഇരയാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 1906 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ ഇവിടെ വസൂരിയും സാംക്രമിക രോഗങ്ങളും പിടിപെട്ട് ഒത്തിരി ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തതായൊരു സംഭവം, അന്നത്തെ കൊല്ലം ബിഷപ്പ് അലോഷ്യസ് സർക്കാർ, സ്വിറ്റ്സർലൻഡുകാരനാണ്, അദ്ദേഹത്തോട് പറഞ്ഞു,
അന്ന് തൊട്ടുകൂടായ്മയും തീണ്ടുകൂടായ്മയും ഒക്കെ നിൽക്കുന്ന ജാതി വിവേചനം നിൽക്കുന്ന സമയമാണ്. ഇവരെ അടുത്തേക്ക് പോലും ഒരു മനുഷ്യനെടുക്കില്ല. അദ്ദേഹത്തോട് പറഞ്ഞ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഹോളി ക്രോസ് ഓർഡറിലെ 12 സിസ്റ്റേഴ്സിനെ കന്യാസ്ത്രീമാരെ ഇവിടെ കൊണ്ടുവന്ന് ശ്രീമൂലം തിരുനാൾ നമ്മുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അവർക്ക് ക്വാർട്ടേഴ്സും ഒരു ദേവാലയവും പണിത് കൊടുത്ത് അവർ ശുശ്രൂഷിക്കുകയും ഇവരെ നേഴ്സിംഗ് പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ നേഴ്സുമാരെയും സിസ്റ്റേഴ്സും കന്യാസ്ത്രീമാർ തുടർന്നു പോകുന്ന ആ ശുശ്രൂഷയുടേതായ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ലെഗസി, ഒരു ചരിത്രം നമ്മുടെ നാടിനുണ്ട് ഈ മിഷണറിമാരുടെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ അതിനെയൊക്കെ വെറും തീവ്രവാദികളും മതപരിവർത്തനമെന്ന് ആക്ഷേപിച്ച് ആ രീതികൾ നമ്മുടെ നാടിൻ്റെ ചൈതന്യത്തെ കെടുത്തിക്കളയുന്നതാണ്. ഇതിനകത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെടണമെന്ന് സഭകൾ ആവശ്യപ്പെടുമ്പോൾ കൂടത്തിൽ യാക്കോബായ സഭയുടെയും ഒരു ആവശ്യമായിട്ടും ഈ സന്ദർഭത്തിൽ ഞാനത് സഭയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ആവശ്യപ്പെടുകയാണ്.